ഈ പറഞ്ഞ കണക്ക് നമ്മളെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. നമ്മളെ മുരളിനെ ഇതായിട്ട് പോകുന്നുണ്ടായിരുന്നു? ഇല്ലടാ, കണ്ടില്ല. അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന 2 ദിവസത്തിനകത്ത് പോകണം. കുറച്ച് പൈസയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മുരളിയുടെ അടുത്ത് കുറച്ച് പൈസ ചോദിച്ചായിരുന്നു. കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ട് അഡ്മിറ്റ് ആക്കും. ആ, പിന്നെ 2 ദിവസം കൊണ്ട് അഡ്മിറ്റ് ആക്കാമായിരുന്നു. വിളിക്കാം. മുരളിയമ്മ, ഞാൻ പറഞ്ഞ കാര്യം എന്തേ? പൈസ ഞാൻ തരാം, ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് മാത്രം. കഴിഞ്ഞ തവണ അറിയാലോ, ഒരുപാട് മുടക്കം വരുത്തിയിട്ടുണ്ട്. ഇത്തവണ അതുപോലെ ആവരുത്. ഒരിക്കലും ഇല്ല, കൃത്യമായിട്ട് കൊണ്ടുവന്നെത്തിക്കാം. അപ്പൊ അറിയാലോ, അടുത്ത മാസം 2-ാം തീയതി കൃത്യമായിട്ട് എത്തിക്കാണോ? തന്നാ നിനക്കുള്ള. പൈസ റെഡിയായ? അണ്ണാ, ഒരു 6 മണിയാവട്ടെ. പിരിവൊന്നും നടന്നില്ല. ഉണ്ടായിരുന്ന പൈസ ഒരാൾക്ക് കൊടുത്തു, ഹോസ്പിറ്റൽ കേസ് ഒരാൾക്ക് കൊടുത്തു. ഒരു 6 മണിക്ക് വാ. ഓക്കെ, ശരി. അടേ, ഒരാഴ്ചയല്ലോ, പൈസ കിട്ടില്ലല്ലോ. ഓക്കെ. വൈകിട്ട് കാണണം കേട്ടല്ലോ. ശരി, ഓക്കെ. തുളസി 2 നാരങ്ങളുള്ളിടെ. മെമ്പറെ എവിടെ പോയിട്ടായിരുന്നു? ഞാൻ നമ്മളെ മരിച്ചുപോയ ബാബുച്ചന്റെ വീട് വരുന്നു പോയിരുന്നു. ഇന്നല്ലായിരുന്ന 16. ഞാൻ രാവിലെ പോയിരുന്നു. എനിക്ക് രാവിലെ പോകാൻ പറ്റിയില്ല. പോയിട്ട് വരുന്ന വഴിയാ. ശരി. പതുക്കെ നമുക്ക്. എന്നാ ശരി, പോയിട്ട് വരാം. അമ്മ പേടിക്കൊന്നും വേണ്ട. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ഇങ്ങ് വാ. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വിളിക്കും. ഓക്കെ, വിളിക്കാം. ഇതാരൊക്കെയാ? 2 പേരും കൂടി എന്താ രാവിലെ ആയിരിക്കും? അറിയാലോ, നമ്മുടെ അമ്പലത്തിൽ ഉത്സവം അടുത്ത് എന്തെങ്കിലും മുകളിലേക്ക് വെക്കുന്ന സംഭവം എന്തെങ്കിലും പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അതാണോ? അതിനെന്താ, നമുക്ക് ചെയ്യാം. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. ലാസ്റ്റ് ദിവസം നമുക്ക് നാടകം ആക്കിയാലോ? നാടകമാണേൽ നമ്മുടെ പരിചയത്തിൽ നമ്മുടെ സുഹൃത്തുണ്ട്. ഞാൻ വേണമെങ്കിൽ സംസാരിച്ച് നോക്കാം. നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് കിട്ടുമെന്ന് നമുക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ. എന്നാ അണ്ണൻ ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇപ്പോൾ നോട്ടീസ് അടിക്കാമല്ലോ. അതെ. 1-2 പേരെ നമുക്ക് കാണേണ്ട ആവശ്യമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്കെന്നാ ഇറങ്ങിക്കോട്ടെ നമ്മൾ. ശരി, ആയിക്കോട്ടെ. ശരി. അറിയാ, പിന്നെ കണ്ടിട്ട് പറയാനുള്ള എന്ത് ഇതുവരെയൊക്കെ ഇറങ്ങിയത്? നമ്മുടെ അമ്പലത്തിൽ ഉത്സവം. നമുക്ക് അവരൊന്ന് കുറച്ച് പേര് വന്ന് എന്നെ കണ്ടിരുന്ന ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാർക്കുള്ള ഒരു പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാലേ? കാര്യങ്ങളെന്ന് പറഞ്ഞാലേ അത് പിന്നെ എന്നാ ഡേറ്റ് എന്താണ്? നമുക്ക് അടുത്ത മാസം 5-ാം തീയതിയാണ് അവർക്ക് എനിക്ക് ഡേറ്റ് തന്നിരുന്നത്. അടുത്ത മാസം 5 അല്ലേ? അടുത്ത മാസം 5 നമുക്ക് ഒഴിവുണ്ട്, കുഴപ്പമില്ല. തലയിൽ ആദ്യം പറയാം. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്ന കേസല്ലേ ഉള്ളൂ.
പ്രോഗ്രാം എങ്ങനെയാണ് കൊണ്ടിരിക്കുന്നത്? പ്രോഗ്രാം ഇപ്പൊ നമ്മൾ പുതിയ പ്രോഗ്രാമാണ്. പിന്നെ കഴിഞ്ഞതിന് ചന്ദ്രയൂടൻ എന്ന് പറയുന്നത് ഇപ്പൊ ഉഗ്ര ജടാധരൻ എന്നുണ്ട്. അടിപൊളി പ്രോഗ്രാമാണ്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരുപാട് ബുക്കിംഗ് കാര്യങ്ങളും എല്ലാം ഉണ്ട്, സെറ്റായിട്ട് പോവുകയാണ്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ സ്പോൺസർ ചെയ്യുന്നത്. അത് ശരി, ഷോക്കാട് ഒരെണ്ണം കൂടെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കണം, സെറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഒരുപാട് പിന്നെ എല്ലാം നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയല്ലേ, എല്ലാം നമ്മളവിടെ ഉള്ളവരെല്ലാ കലാകാരന്മാരെല്ലാവരും ഉണ്ട്. പുതിയ പ്രോഗ്രാം അത് നമുക്ക് പിന്നെ അളിയനടുത്ത് നമ്മൾ പ്രത്യേകിച്ച് റേറ്റ് പറയുന്നത് അത് നിങ്ങൾ പറയുന്ന പോലെ തന്നെ നമുക്ക് ഏത് രീതി സെറ്റ് ചെയ്യാം. ഓ അപ്പൊ അത് എഗ്രിമെന്റ് ആക്കട്ടെ. ഓക്കെ, അറിയാം. അടുത്ത മാസം 5-ാം തീയതിയാണ് വിളിക്കണം, ഗംഭീരമാക്കണം. എന്നെ നാട്ടിക്കരുത് നമ്മള് അല്ലേ, ഓക്കെ, ശരിയെന്നാ.